ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പരാതിയുമായിട്ടാണ് അനഘ അവന്തികയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. തൻ്റെ റൂമിൽ മീരയും ആവണിയും കീറിക്കിടക്കുന്നു. എത്രയും പെട്ടെന്ന് അവരെ മാറ്റിത്തരണമെന്ന് പറഞ്ഞപ്പോൾ അവന്തിക അനഘയെ വഴക്ക് പറയുന്നുണ്ട്. എനിക്ക് എന്താ ചെയ്യേണ്ടെന്നറിയാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയ അനഘയോട് അവന്തിക പറയുന്നു, നീ എന്തായിരുന്നു നേരത്തെ ഡൈനിങ് റൂമിൽ കാണിച്ചു കൂട്ടിയത്? ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ നിനക്ക് സ്ഥിരമായി ഗസ്റ്റ് റൂമിൽ തന്നെ കിടക്കാം. അതിന് ഞാനൊട്ടും പ്രിപ്പയർഡായോ ആവാത്തോണ്ടല്ലേ നാളെ ഞാനെല്ലാം ശരിയാക്കിക്കോളാം എന്ന് അനഘ പറയുന്നുണ്ട്. ശരിയായാൽ മതിയെന്ന് അവന്തികയും. അങ്ങനെ അനഘ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. ഈ സമയം അനഘയുടെ വാതിലിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ് അനഘ. മീര അത് കാണുന്നു. ആവണിയോട് പറയുന്നുണ്ട്, പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഇവിടുന്ന് പോയതുപോലെ തന്നെ തിരിച്ചു വന്ന് നിപ്പുണ്ട്. ആരാണെന്ന് ആവണി ചോദിക്കുന്നു. ദേ നോക്കാൻ മീരയും. ആവണി നോക്കിയപ്പോൾ അനഘ. വേഗം വന്ന് കിടന്നുറങ്ങാൻ പറയമ്മേ, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ എന്ന് മീര പറഞ്ഞപ്പോൾ ആവണി പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, ഞാൻ ഇവിടെയാ കിടക്കുന്നത്. ആണോ, എങ്കിൽ അവിടെ കിടന്നോളാൻ മീരയും. ഞാൻ ഇവിടെ തന്നെയാ കിടക്കാൻ പോകുന്നതിന്, നിങ്ങൾ കിടക്കുന്നത് തറയിലും എന്ന് അനഘ പറഞ്ഞപ്പോൾ മീര ചോദിക്കുന്നു, തറയിലോന്ന്? വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് ആ വീട്ടിലുള്ളവരാ. അതിഥികളോട് മാന്യമായി പെരുമാറുക. ആവണി പറയുന്നു, നിങ്ങളിൽ ആരാ തറയിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കിടന്നുറങ്ങായിരുന്നു. അവിടെ സമാധാനം ഇല്ലാത്തോണ്ടാ ഇവിടെ വന്നത്. ഇപ്പോൾ അതിന് വയ്യാത്തതായി. ഞങ്ങൾ ഇവിടെ കിടക്കും, വേണമെങ്കിൽ നിനക്കും ഇവിടെ തന്നെ കിടക്കാം. അല്ലെങ്കിൽ വെളിയിലോ ടെറസിലോ മുറ്റത്തോ എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങാം എന്ന് മീര പറഞ്ഞപ്പോൾ അനഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അങ്ങനെ ഞാനിപ്പോൾ എങ്ങോട്ടും ഇറങ്ങി പോകുന്നില്ല. ആവണിയുടെ ഇപ്പുറത്ത് ആ സൈഡിലായിട്ട് വന്ന് കിടക്കുകയാണ് അനഘ. ആൻറ്റി, നല്ല തണുപ്പായിട്ടോ, ഇനി തണുപ്പടിക്കുന്നെന്ന് പറഞ്ഞേ കരയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആവണി കാലെടുത്ത് അനഘയുടെ മുകളിൽ ഇടുന്നുണ്ട്. പോടി അവിടെ എന്ന് പറഞ്ഞ ആവണിയുടെ കാലെടുത്ത് മാറ്റുകയാണ് അനഘ. തണുക്കുന്നു എന്ന് പറഞ്ഞ ആവണി ആ പുതപ്പ് മുഴുവനും പിടിച്ചുകൊണ്ട് പോകുന്നു. വല്ലാത്തൊരവസ്ഥയിലാണ് അനഘ. ഇതെല്ലാം കണ്ട് മീര ചിരിക്കുന്നു. ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിനരികിൽ എത്തിയിരിക്കുകയാണ് സന്ദീപ്. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വൃന്ദാവനത്തിന്റെ മതിൽ ചാടി അകത്തേക്ക് കയറുന്നുണ്ട്. പതിയെ നടക്കുന്നുണ്ട്. അവിടെ ഒരു സ്ഥലത്തായി മറഞ്ഞിരിക്കുന്നു. ആ സമയത്താണ് അനൂപ് അവിടെ വന്നത്. അനൂപിനെ കണ്ടപ്പോഴാണ് സന്ദീപ് അവിടെ മറഞ്ഞത്. തുണികൾ വിരിച്ചിട്ടിരിക്കുന്നതിന്റെ സൈഡിലായാണ് സന്ദീപ് ഒളിഞ്ഞിരിക്കുന്നത്. ആ സാരിക്ക് മറവിൽ ഒളിച്ചിരിക്കുകയാണ്. ഗേറ്റ് അടച്ചിട്ട് അനൂപ് അകത്തേക്ക് കയറി പോകുന്നു. അനൂപിന്റെ പോക്കറ്റിലിരുന്ന എന്തോ ഒരു വേസ്റ്റ് പേപ്പർ എടുത്ത് സന്ദീപ് ഇരുന്നതിന്റെ അടുത്തായിട്ട് എറിയുന്നുണ്ട്. സന്ദീപ് അവിടുന്ന് പോയ സമയം ആതിരയുടെ റൂമിന്റെ ജനലിന്റെ അരികിൽ വന്ന് നിൽക്കുകയാണ് സന്ദീപ്. എന്നിട്ട് ആ ജനൽ തട്ടുന്നു. ആതിരയാണെങ്കിൽ നല്ല ഉറക്കം. ആ സമയം മാഷി വിളിച്ചു പറയുന്നുണ്ട്, കമലെ അയയിൽ കിടക്കുന്ന തുണി എടുത്തോ എന്ന്. ഇത് സന്ദീപ് കേൾക്കുന്നു. പെട്ടെന്ന് അപ്പുറത്തായി മറഞ്ഞു നിൽക്കുന്നു. കമല പുറത്തേക്ക് വന്ന് അയയിൽ കിടക്കുന്ന തുണിയൊക്കെ എടുക്കുന്നുണ്ട്. ഒന്നുകൂടി ആതിരെ ആതിരയെന്ന് വിളിക്കുകയാണ് ആ ജനലിന്റെ അരികിലേക്ക് പോയിട്ട്. ആതിര ഉണർന്നു. ആതിരെ, ഇത് ഞാനാണ്, തുറക്ക് എന്ന് സന്ദീപ് ഒന്നുകൂടി പറയുന്നു. ജനൽ തുറന്നു നോക്കിയ ആതിര സന്ദീപിനെ അവിടെ കണ്ട് ഞെട്ടുന്നു. ആതിരെ, എന്താ അവിടെ എന്ന് കമല വിളിച്ച് ചോദിച്ചപ്പോൾ ഒന്നുമില്ല അമ്മേ എന്ന് ആതിരയും. സന്ദീപിനോട് എന്താണെന്ന് ചോദിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് പോയിക്കോളാം. തന്നെ ഒരുപാട് തവണ ഫോണിൽ വിളിച്ചു നോക്കി കിട്ടാത്തോണ്ടാ ഇങ്ങനെയൊരു സാഹസം ചെയ്യേണ്ടി വന്നത്. ആതിര പറയുന്നു, പറയാൻ വന്ന കാര്യം ഒന്ന് വേഗം പറ. അനൂപ് വിളിച്ച് പറയുന്നു, അമ്മയെ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കാൻ ഇപ്പോൾ തരാന്ന് കമലയും. അമ്മേ, ആതിര വല്ലതും കഴിച്ചോ എന്ന് അനൂപ് പറഞ്ഞപ്പോൾ കമല പറയുന്നുണ്ട് അവൾക്ക് വേണ്ടാന്ന്. ആതിര സന്ദീപിനോട് പറയുന്നു, അതെ, ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. അല്ല, വന്ന കാര്യം പറഞ്ഞില്ല. സന്ദീപ് പറയുന്നു, ഇപ്പോഴും നിനക്കത് മനസ്സിലായില്ലേ? എനിക്ക് തന്നെ ഇഷ്ടമാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ആതിര. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ആതിര ചോദിക്കുന്നു, എപ്പം മുതലാ ഈ ഇഷ്ടം തുടങ്ങിയത്? ആളാരാണെന്ന് അറിയാതെ സംസാരിച്ചപ്പോൾ മുതൽ. പെട്ടെന്ന് താനാണെന്നറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ താൻ അന്ന് എനിക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചില്ലേ, അതോടെ എൻ്റെ കിളി പോയി. അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ആതിര. പതുക്കെ പതുക്കെ ചിരിക്കാൻ സന്ദീപ് പറയുന്നു. തുറന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മൾക്കിടയിൽ ഒരു വലിയ ഇഷ്ടമുണ്ടായിരുന്നു. അതാ എന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് താൻ അങ്ങോട്ട് വന്നതും ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതും. അപരിചിതരായ നമ്മൾ എത്ര പെട്ടെന്നാണ് പ്രിയപ്പെട്ടവരായി മാറിയത് എന്നൊക്കെ പറഞ്ഞ ആതിരയുടെ കയ്യിൽ പിടിക്കുകയാണ് സന്ദീപ്. ഐ ലവ് യു ആതിരെ, ഐ ലവ് യു സോ മച്ച്. ഇനി ഒരിക്കലും ഒന്നിനു വേണ്ടിയും തന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. സത്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നു, മനസ്സിലായി, എനിക്കും സന്ദീപിനെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എന്ത് വന്നാലും ഞാൻ തന്നോടൊപ്പം ഉണ്ട്. അതിപ്പോൾ എന്തിനായാലും. അതിപ്പോൾ എനിക്ക് മനസ്സിലായി. തന്നോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ആം വെരി സോറി എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നു, ക്ഷമ ചോദിക്കേണ്ടത് ഞാനാ. അപ്പോൾ തോന്നിയ ദേഷ്യത്തിൽ ഞാൻ സന്ദീപിനെ തല്ലിയില്ലേ?
അത് സാരമില്ലടോ, ശരിക്കും എനിക്കൊരു തല്ലിൻ്റെ കുറവുണ്ടായിരുന്നെന്ന് സന്ദീപും. വീണ്ടും അവർ ചിരിക്കുന്നുണ്ട്. അയ്യോ, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, പോയിക്കോ എന്ന് ആതിര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു, ഞാൻ ഏട്ടത്തിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഏട്ടത്തി നോക്കിക്കൊള്ളാന്നാ പറഞ്ഞത്, വേഗം പോയിക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട, ചെല്ല് എന്നൊക്കെ പറഞ്ഞ് ആതിര സന്ദീപിനെ പറഞ്ഞു വിടാൻ നോക്കുന്നു. ആതിരയുടെ കൈ പിടിച്ച് ചുംബനം കൊടുക്കുകയാണ് സന്ദീപ്. മിസ് യു ലോട്ട് എന്ന് പറഞ്ഞിട്ട് സന്ദീപ് പോകുന്നു. ഒന്നുകൂടി വന്ന് എത്തി നോക്കുന്നുണ്ട് ആതിരയെ. പോ ചെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ജനലിൻ്റെ കടയ്ക്കുകയാണ് ആതിര. വീണ്ടും ഒന്നുകൂടി തുറന്നു നോക്കുന്നുണ്ട് സന്ദീപ് പോയോന്ന്. പിന്നെയും സന്ദീപ് വന്ന കാര്യം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ആതിര. ശേഷം കാണിക്കുന്നത് മീരയുടെ കൂർക്കം വലി കാരണം അനക്കയ്ക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. എന്തൊരു ശല്യവായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മെണീറ്റ് ലൈറ്റ് ഇടുകയാണ് അനഘ. ഉറങ്ങാൻ കഴിയാതെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് നടക്കുന്നു. ഉറങ്ങുന്നത് കണ്ടില്ലേ, അതെ അതെ ഒന്ന് എണ്ണീക്കേ എന്ന് പറഞ്ഞ് മീരയെ വിളിച്ചുണർത്തുകയാണ് അനഘ. അയ്യോ എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് മീരയുടെ ബഹളം കേട്ട് ആവടിയും എഴുന്നേക്കുന്നു. നീ എന്താ എൻ്റെ വീട്ടിലെന്ന് മീര ചോദിക്കുന്നുണ്ട്. ഇത് നെല്ലിശ്ശേരി. ഈ കുത്തിയിരിക്കുന്നത് എൻ്റെ ബെഡിലോ എന്ന് അനഘയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. നേരം വെളുത്തോ എന്ന് മീര ചോദിക്കുന്നു. എങ്ങനെയാണെങ്കിൽ നേരം വെളുപ്പിക്കുമെന്ന് തോന്നില്ല എന്ന് അനഘ പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാ എന്നെ വിളിച്ചുണർത്തിയെന്ന് മീര ചോദിക്കുന്നു. എന്തിനാ എന്നെ വിളിച്ചുണർത്തിയെന്ന് ആവണിയും. ഞാനൊരു സ്വപ്നം കാണുമായിരുന്നെന്ന് മീര പറഞ്ഞപ്പോൾ അത് തന്നെ ആവർത്തിക്കുകയാണ് ആവണിയും. ഞാനും ഒരു സ്വപ്നം കാണുമായിരുന്നെന്ന്. നീ സ്വപ്നം കണ്ടോ എന്ന് മീര അനഘയോട് ചോദിച്ചപ്പോൾ അനഘ പറയുന്നു, ഇങ്ങനെ കൂർക്കം വലിച്ചാൽ വേറെ ആർക്കും ഉറങ്ങണ്ടേ? ഞാൻ അറിഞ്ഞുകൊണ്ട് വലിച്ചതല്ലോ, അറിയാതെ വലിച്ചതല്ലേ എന്ന് മീര പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾ വേണ്ടേ? ഞാനിപ്പോൾ നിങ്ങളുടെ മൂക്കിനകത്ത് കയറി പോയേനെ, അമ്മാതിരി വലിയല്ലേ? ദേ നട്ടപ്പാതിരാക്കി മനുഷ്യനെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയാലുണ്ടല്ലോ എന്ന് മീര പറഞ്ഞപ്പോൾ ആവണി പറയുന്നു, നിങ്ങൾക്ക് ഉറങ്ങുന്ന നേരത്തെങ്കിലും ഒന്ന് മിണ്ടാണ്ടിരുന്നൂടെ? രണ്ടുപേരുടെയും കൂർക്കം വലി കാരണം എനിക്ക് ഇതുവരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തോന്ന് ഞാൻ കൂർക്കം വലിച്ചെന്നോ എന്ന് അനഘ ചോദിച്ചപ്പോൾ ആവണി പറയുന്നു, സത്യം പറഞ്ഞ അമ്മയേക്കാൾ കൂർക്കം വലി ചേച്ചിക്കായിരുന്നു. ഓഹോ, അപ്പോൾ എന്നെക്കാൾ ഉച്ചത്തിൽ അലറിയിട്ടാണോ എന്നെ ഉപദേശിക്കുന്നത് എന്ന് മീരയും പറയുന്നുണ്ട്. നീ കിടക്കാൻ നോക്കടി എന്ന് ആവണിയോട് പറയുകയാണ് മീര. അപ്പോൾ ആവണി പറയുന്നുണ്ട്, കിടന്നിട്ട് എന്തിനാ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂർക്കം വലി കേൾക്കാനോ? മീര ദേഷ്യത്തോടെ ആവണിയോട് ഉറങ്ങാൻ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും കിടന്നു. എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനഘ. മീര വീണ്ടും എണീറ്റിട്ട് പറയുന്നു, ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരു ഉറങ്ങുമ്പോഴാണ് ഇത്തിരി സമാധാനം കിട്ടുന്നത്. അതിനിടയിൽ വിളിച്ചുണർത്തി ശല്യം ചെയ്താലേ മുറുക്കി പുറത്താക്കി കഥ കടക്കി ഞാൻ പറഞ്ഞേക്കാം. ആ ലൈറ്റ് ഓഫ് ചെയ്തേക്കാനും മീര പറയുന്നുണ്ട്. ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അനഘ. തുടർന്ന് രാവിലെയായി കഴിഞ്ഞു. ഒരു ഡോക്യുമെന്റ്സ് ടെൻഷനോടെ അന്വേഷിക്കുകയാണ് സച്ചി. ഇനി മീറ്റിംഗിൽ ഞാൻ അതെങ്ങനെ പ്രസന്റ് ചെയ്യും എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. എല്ലാ ഫയലും എടുത്ത് നോക്കുന്നു. അതിനിടയിൽ ഒരു പേപ്പർ താഴെ പോകുന്നു. ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ആ പേപ്പറാണ് അതിൽ നിന്നും ഡിവോഴ്സ് നോട്ടീസ് കിട്ടുന്നത്. ആ പേപ്പർ നോക്കി വളരെ സങ്കടത്തോടെ നിൽക്കുകയായിരുന്നു സച്ചി. അവിടേക്ക് അർച്ചന വരുന്നുണ്ട്. സച്ചിയേട്ടൻ റെഡിയായെന്നാ ഞാൻ വിചാരിച്ചത്, താഴേക്ക് കാണാത്തത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അർച്ചന പറയുന്നു. എന്താ സച്ചിയേട്ടാ മുഖം വല്ലാണ്ടിരിക്കുന്നതെന്ന് വീണ്ടും അർച്ചന ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ലെന്ന് സച്ചിയും. അത് കള്ളം, എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്, എന്താണെങ്കിലും പറയ് എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. ആ പേപ്പർ പിന്നിൽ ഒളിപ്പിക്കുകയാണ് സച്ചി. ആ പിന്നിൽ ഒളിപ്പിച്ചിരുന്ന ആ ഡിവോഴ്സ് നോട്ടീസ് അർച്ചന വാങ്ങിക്കുന്നു. അന്ന് വക്കീല് പറഞ്ഞ കാര്യങ്ങളെല്ലാം അർച്ചന ആലോചിക്കുന്നുണ്ട്. അത് നോക്കിയ ശേഷം അർച്ചന സച്ചിയോട് പറയുന്നു, അപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഈ വീട്ടിലെ അർച്ചനയുടെ റോൾ തീരുവാണ് അല്ലേ? സച്ചിയേട്ടൻ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാതെ വേഗം ഓഫീസിലേക്ക് പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് അർച്ചന പോകാൻ തുടങ്ങിയപ്പോഴാണ് സച്ചി അർച്ചനയെ വിളിക്കുന്നത്. ഇനിയും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ എങ്ങനെയാ? 30 ദിവസം 3 ദിവസം പോലെ അങ്ങ് കഴിഞ്ഞു പോകും. അത് കഴിഞ്ഞുള്ള കാര്യത്തിൽ ഇപ്പോഴും നമ്മളൊരു ധാരണയിൽ എത്തണ്ടേ? അർച്ചന പറയുന്നു, ഇനിയും നമ്മൾ എന്തിനാ സച്ചേട്ടാ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? എല്ലാം നമ്മൾ തീരുമാനിച്ച കാര്യമല്ലേ? അതിൽ ഇനി ബാക്കിയുള്ളത് നമുക്ക് ചുറ്റുമുള്ളവരോട് നമ്മൾ എന്ത് പറയുമെന്നാണ്. ഇപ്പോഴത്തെ പോലെ ചെറിയ ചെറിയ കള്ളം പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാനാവുന്നതല്ല അത്. സച്ചി പറയുന്നു, അതിൻ്റെ ടെൻഷൻ തന്നെക്കാൾ കൂടുതൽ അനുഭവിക്കുന്നത് ഞാനാണ്. എന്ത് കള്ളം പറഞ്ഞാലും അവസാനം എല്ലാവരും വിരൽ ചൂണ്ടുന്നത് എൻ്റെ നേർക്കായിരിക്കും. അർച്ചന പറയുന്നു, സച്ചിയേട്ടൻ അതാലോചിച്ച് വിഷമിക്കേണ്ട. എന്തായാലും ഇത്രയും നാളും കല്ല് വെച്ച് നുണ പറഞ്ഞല്ലേ ഞാൻ ഇവിടെ കഴിഞ്ഞത്. ആരുടെ മുന്നിലും തല കുനിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കള്ളം ഞാൻ കണ്ടുപിടിച്ചോളാം. സച്ചി പറയുന്നു, താൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നതാ എൻ്റെ വേറെ ഒരു ടെൻഷൻ. നിസ്സാരമായി ഞാൻ കണ്ടിരുന്നതൊന്നും എനിക്കിപ്പോൾ നിസ്സാരമായി തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ജീവിതം ഇനി എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് കുറച്ചുനാൾ മുന്നേ വരെ ഒരു ഉത്തരം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കൂടെയുള്ളതിനെ ഒഴിവാക്കി മറ്റൊന്നിനെ സ്വീകരിക്കുക.
പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ല. കൈക്കുമ്പിളിൽ കോരിയ വെള്ളം പോലെ ചോർന്നു പോവുകയാണ് എൻ്റെ ധൈര്യം. അതിനിപ്പോൾ എൻ്റെ ജീവിതവും. താൻ എപ്പോഴോ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ഞാൻ അറിയാതെ തന്നെ. എന്നെ സച്ചി പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാകാതെ അർച്ചന സച്ചിയെ നോക്കുന്നു. പലതവണ അർച്ചന എന്ന പേര് മനസ്സിൽ നിന്നും ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ടും അത് വീണ്ടും വീണ്ടും എന്നിലേക്ക് മടങ്ങി വരികയാണ്. മുൻപൊന്നുമില്ലാത്ത എന്തോ ഒന്ന് എന്നെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിലേക്ക് വന്ന് പതിക്കുന്നുണ്ട്. ഒരു അതിഥിയായി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഒരു ദിവസം എൻ്റെ പ്രിയപ്പെട്ടവളായി മാറുമ്പോൾ ഞാൻ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ള ആശങ്കയാണ്. എൻ്റെ മനസ്സ് മുഴുവൻ ഇതൊക്കെ എനിക്ക് ശീലമല്ലാത്തതാണ് അർച്ചന. രണ്ടിലൊന്ന് എന്ന ഉത്തരം എനിക്ക് ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി. അപ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇതിലൊന്ന് ഏത് പറഞ്ഞാലും അതെൻ്റെ സ്വാർത്ഥതയായി കാണിക്കും. ഇപ്പോഴും ഒരു അവകാശവാദവും പറഞ്ഞ് ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അന്നും ഇന്നും എന്നും സച്ചിയേട്ടൻ്റെ തീരുമാനത്തിനൊപ്പമാണ് ഞാൻ. അഗതിയായി വന്നവൾ പ്രിയപ്പെട്ടവളായെന്ന് സച്ചിയേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ? അതൊരു കൂട്ടുകാരിയായിട്ടായാലും പേരിനൊരു ഭാര്യയായാലും ആ ഒരു സ്വാതന്ത്ര്യം മനഃപൂർവ്വം എടുത്തുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടോട്ടെ. ഒരേ ഒരു കാര്യം. ഈ ഭൂമിയിൽ ഞാൻ ശേഷിക്കുന്ന കാലം അത്രയും സച്ചിയേട്ടൻ കെട്ടിയ ഈ താലി അണിയാൻ എന്നെ അനുവദിച്ചൂടെ? അത് കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.